ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ബ്രെഡ് വീട്ടിലുണ്ടാകുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഗാർലിക് ബ്രെഡാണ് കേട്ടോ. ഇത് വീട്ടിലുണ്ടാകുന്ന എപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങൾ മാത്രം മതി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ. ഒരു പാത്രത്തിലേക്ക് 3 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് കേട്ടോ. ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്തിട്ട് നിങ്ങൾ ഉപയോഗിക്കരുത്. അപ്പോൾ കുറച്ച് സമയം നേരത്തെ എടുത്ത് വെക്കുക. ഇനി 2 വെളുത്തുള്ളി നമുക്ക് ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. ചതച്ച് പേസ്റ്റ് ആക്കി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളിയുടെ ആ ഒരു ടേസ്റ്റാണ് കേട്ടോ. ഗാർലിക് ബ്രെഡ് എന്ന് പറയുമ്പോൾ തന്നെ വെളുത്തുള്ളിയുടെ ആ ഒരു ടേസ്റ്റാണ് വേണ്ടത്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിയിലും കൂടെ ചേർക്കുന്നുണ്ട്. മല്ലിയില അല്ലെങ്കിൽ പാസ്ലി നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. പാസ്ലി എല്ലാവർക്കും എപ്പോഴും കിട്ടിക്കൊള്ളണമെന്നില്ല, മല്ലിയില ആകുമ്പോൾ എപ്പോഴും ഉണ്ടാവും. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കുറച്ച് ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ബട്ടറിൽ ഉപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഉപ്പില്ലാത്ത ബട്ടറാകുമ്പോൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉണക്കമുളക് പൊടിച്ചിട്ട് വേണമെങ്കിൽ ചേർക്കുക കേട്ടോ. കുറച്ച് സ്പൈസി ആക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കുക. അപ്പോൾ കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ നമുക്ക് മുളകൊന്നും ഇല്ലാണ്ട് ഇതുപോലെ ചെയ്യാണ് ഏറ്റവും നല്ലത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഓരോ ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ ഒരു ഭാഗത്ത് ഇതൊന്ന് സ്പ്രെഡ് ചെയ്യുക. ഇതിപ്പോൾ ഒരു ഏകദേശം ഒരു 5 സ്ലൈസ് ബ്രെഡിന് കറക്റ്റായിട്ടുണ്ടാവും കേട്ടോ. നമുക്ക് നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുകയാണെങ്കിൽ ഇത്രയും ഒരളവ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ബട്ടറൊക്കെ എടുത്താൽ മതി. സാധാരണ ഗാർലിക് ബ്രെഡിൽ ഒറിഗാനൊക്കെ ചേർക്കാറുണ്ട്. അപ്പോൾ ഒറിഗാനൊക്കെ എപ്പോഴും എല്ലാവരും വീട്ടിലും ഉണ്ടായിക്കൊള്ളണമെന്നൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്താൽ മതി, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒരു ഭാഗത്ത് മാത്രമേ ഞാൻ സ്പ്രെഡ് ചെയ്യുന്നുള്ളൂ. ഒരു ഭാഗം നമ്മൾ തവയിൽ വെച്ചതിന് ശേഷം സ്പ്രെഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. നമുക്ക് പ്ലേറ്റിലൊക്കെ വെക്കുന്ന സമയത്ത് എവിടെയും ആകാതിരിക്കാനൊക്കെ ഈസി അതാണ്. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 ഭാഗത്തും സ്പ്രെഡ് ചെയ്തിട്ട് അങ്ങനെയും ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്താൽ മതി. അപ്പോൾ നന്നായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു 3-4 ഒക്കെ അല്ലി വെളുത്തുള്ളി നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ കൂടുതലായിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഓവറായി വരുമ്പോൾ നമുക്ക് ആ ഒരു കുത്ത് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ചേർക്കണ്ട. ഇനി നമുക്ക് ചൂടായിട്ടുള്ള തവയിലോ പാനിലോ ഇട്ടിട്ട് ഇതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. സാധാരണ നമ്മൾ ബ്രെഡൊക്കെ ടോസ്റ്റ് ചെയ്തെടുക്കുന്ന പോലെ തന്നെ. ബ്രെഡ് നമ്മൾ പ്ലെയിനായിട്ട് ബട്ടർ മാത്രം തേച്ചിട്ടൊക്കെ ടോസ്റ്റ് ചെയ്തെടുക്കാറില്ലേ, അതുപോലെ തന്നെയാണ്. പ്രത്യേകിച്ച് ഒന്നുമില്ല. തീ കുറച്ച് വെച്ചിട്ട് ചെയ്യുക, അല്ലെങ്കിൽ ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഒരു ഭാഗം റെഡിയാകുമ്പോൾ നമുക്ക് ഈ ഭാഗത്തും കൂടെ നമുക്ക് ബാക്കിയുള്ള ബട്ടറിൻ്റെ ആ ഒരു മിക്സ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് തിരിച്ചിട്ടിട്ട് 2 ഭാഗവും നന്നായിട്ടൊന്ന് മൊരിയുന്ന സമയത്ത് നമുക്കിത് തവയിൽ നിന്ന് കോരി മാറ്റാം. പ്രത്യേകിച്ചൊന്നുമില്ല, നമുക്കിപ്പോൾ ചായയൊക്കെ റെഡിയായിട്ട് ഇരിക്കുന്ന സമയത്ത് അപ്പോൾ ചെയ്താൽ മതി. ഒരുപാട് നേരത്തെ ഒന്നും ചെയ്ത് വെക്കരുത്. ആ ക്രിസ്പോട് കൂടി കഴിക്കുക, അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് കേട്ടോ. ഇത് നിങ്ങൾക്ക് ഓവനിലും വേണമെങ്കിലും ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇതൊക്കെ നമ്മുടെ വീട്ടിൽ ഏതാണ് സൗകര്യം അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ മറ്റേ ഭാഗത്ത് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ടിട്ട് 2 ഭാഗം ഒന്ന് മൊരിയുന്ന സമയത്ത് നമുക്കിത് സെർവ് ചെയ്യാം. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് സ്പൈസി ആക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉണക്കമുളകൊന്ന് ബ്ലെൻഡറിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പം ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. ഓരോന്നായിട്ട് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ ഏറ്റവും ടേസ്റ്റ് ചീസിൻ്റെ ഡിപ്പാണ് കേട്ടോ. നമ്മൾ സാധാരണ സ്പ്രെഡഡ് ചീസ് ഉണ്ടല്ലോ, ആ ചീസും അതുപോലെ തന്നെ വൈറ്റ് ക്രീമും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. മയണൈസൊക്കെ കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ചീസ് ടിപ്പിൻ്റെ ആ ഒരു ഇതിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ അത് വേറൊരു വീഡിയോയിൽ കാണിക്കുക ഇൻഷാ അല്ലാ. സ്പ്രെഡഡ് ചീസ് വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു 3-4 ടൈപ്പിലായിട്ട് ഒരു ഡിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നമുക്ക് എന്തിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരുപാട് റെസിപ്പീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗാർലിക് ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് സെർവ് ചെയ്യാം. ഞാൻ പറഞ്ഞ ചീസ് ഡിപ്പിൻ്റെ കൂടെയാണ് ഞാൻ സെർവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കുക. അപ്പോൾ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.